നടക്കാത്തതൊന്നുമില്ല, ചലിക്കാത്തതൊന്നുമില്ല, ദൈവത്തിന്റെ കരത്താലെല്ലാം നടക്കും. മാറിടാത്തതൊന്നുമില്ല, നീങ്ങിടാത്ത കാര്യമില്ല, യേശുവിന്റെ നാമത്തിൽ സർവം നടക്കും. ഉറപ്പോടെ ബലത്തോടെ കൃപയിൽ മുന്നേറി പോകാം, ശത്രുവിൻ തന്ത്രത്തെ ശക്തിയാൽ ജയിക്കാം. ഉറപ്പോടെ ബലത്തോടെ കൃപയിൽ മുന്നേറി പോകാം, ശത്രുവിൻ തന്ത്രത്തെ ശക്തിയാൽ ജയിക്കാം. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിൻ നേരെ പാഞ്ഞു ചെല്ലും, ദൈവത്താലേതു മതിലും ചാടിക്കടക്കും. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിൻ നേരെ പാഞ്ഞു ചെല്ലും, ദൈവത്താലേതു മതിലും ചാടിക്കടക്കും. നടക്കാത്തതൊന്നുമില്ല, ചലിക്കാത്തതൊന്നുമില്ല, ദൈവത്തിന്റെ കരത്താലെല്ലാം നടക്കും. മാറിടാത്തതൊന്നുമില്ല, നീങ്ങിടാത്ത കാര്യമില്ല, യേശുവിന്റെ നാമത്തിൽ സർവം നടക്കും. കാൽകളെ പോലെ ഗിരികളിൽ നിർത്തിയേ. നടക്കാത്തതൊന്നുമില്ല, ചലിക്കാത്തതൊന്നുമില്ല, ദൈവത്തിന്റെ കരത്താലെല്ലാം നടക്കും. മാറിടാത്തതൊന്നുമില്ല, നീങ്ങിടാത്ത കാര്യമില്ല, യേശുവിന്റെ നാമത്തിൽ സർവം നടക്കും. കർത്താവിൻ്റെ ശ്രേഷ്ഠനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ഒരു ദൈവ പൈതൽ എങ്ങനെ ആയിരിക്കണമെന്ന്. ഒരു ദൈവ പൈതൽ യഥാർത്ഥത്തിൽ ഒരു സാധാരണ വ്യക്തിയെപ്പോലെയല്ല. സാധാരണ വ്യക്തിയെപ്പോലെ അല്ല എന്ന് പറഞ്ഞാൽ അവൻ്റെ മുൻപിലായിരിക്കുന്ന സാഹചര്യങ്ങളോട് അവൻ പ്രതികരിക്കുന്നത്, അല്ലെങ്കിൽ ആ സാഹചര്യങ്ങളെ കാണുന്നത് ഒരു സാധാരണ വ്യക്തി എങ്ങനെ തന്നെ പ്രശ്നത്തെ ഡീൽ ചെയ്യുന്നോ അതേപോലെയല്ല ഒരിക്കലും ഒരു ദൈവ പൈതലാകേണ്ടത്. കാരണം അവൻ ആയിരിക്കുന്നത് ക്രിസ്തുവിലാണ് ആയിരിക്കുന്നത്. അവന് ചിലത് ചെയ്യുവാനായി കഴിയും. ഇന്നത്തെ മെസ്സേജ് കേൾക്കുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ സാഹചര്യങ്ങളെ ഫേസ് ചെയ്യുമ്പോൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് ചിന്തിച്ചാട്ടെ. എങ്ങനെയാണ് ആ സാഹചര്യങ്ങളെ ഡീൽ ചെയ്തതെന്ന് ചിന്തിച്ചാട്ടെ. ഇന്നത്തെ മെസ്സേജ് ഒരു അനുഗ്രഹമാകട്ടെ. നമുക്ക് മെസ്സേജിലേക്ക് പോകാം. Today what I am going to share, ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്, we are the God's people to execute His will. ദൈവത്തിന്റെ ഹിതം ഭൂമിയിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടി ദൈവം വിളിച്ചിരിക്കുന്ന ജനമാണ് നമ്മൾ. Can you confess with me? I am the person who is God called to execute His will. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ കൂടെ ഒന്ന് പറയാനായി സാധിക്കുമോ? ദൈവത്തിന്റെ ഹിതം ഭൂമിയിൽ നിവർത്തീകരിക്കാൻ വേണ്ടി ദൈവം വിളിച്ചിരിക്കുന്ന ജനമാണ് ഞാൻ. Hallelujah. I am who called to execute His will in this earth. ദൈവത്തിന്റെ ഹിതം ഈ ഭൂമിയിൽ നിവർത്തീകരിക്കാൻ വേണ്ടി ദൈവം വിളിച്ചിരിക്കുന്ന ജനം. You know, when we are conducting like the Sunday services, most of the people are not thinking in this way. ഈ ഞായറാഴ്ചകളിൽ നമ്മൾ കൂടി വരുന്ന സമയത്തൊക്കെ നമ്മൾ കൂടുതൽ ജനങ്ങളും ഇങ്ങനെ ചിന്തിക്കാറില്ല. We are coming to the church for a fellowship. നമുക്കൊരു കൂട്ടായ്മയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഞായറാഴ്ച ആരാധനയ്ക്ക് വരുന്നത്. In most of the Christians have another type of mindset. They come to the church for receiving the help of God.
വേറെ ചില വിശ്വാസികൾക്ക് വേറെ വ്യത്യസ്തമായ മനോഭാവമാണ് ഉള്ളത്. അവർ ചർച്ചിൽ വരുന്നത് ദൈവത്തിന്റെ ഒരു സഹായം പ്രതീക്ഷിച്ചുകൊണ്ടാണ്. So whenever they are in the church, they try to ask Lord and try to plead with him, Lord, help me, Lord, help me, Lord, change my situation, Lord. That will be their prayer, mostly their prayer. ചില വിശ്വാസികൾ ചർച്ചിൽ വരുന്ന സമയത്ത് അവർ പ്രാർത്ഥിക്കുകയും അവർ യാചിക്കുകയാണ് ദൈവത്തോട് ചെയ്യുന്നത്. ദൈവമേ കരഞ്ഞുകൊണ്ട് അവർ പ്രാർത്ഥിക്കുക, ദൈവമേ എന്നെ സഹായിക്കണേ, എന്നെ വിടുവിക്കണേ, എന്നെ വഴി നടത്തണേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അതാണ് അവരുടെ പ്രാർത്ഥന That is രീതി. not a wrong prayer, but that is a childish prayer. അത് ഒരു തെറ്റായ പ്രാർത്ഥനയല്ല, അത് ഒരു ശിശുത്വത്തിന്റെ പ്രാർത്ഥനയാണ്. When we started to grow in Christianity or a revelation, you should change your prayer style. നമ്മൾ ക്രിസ്ത്യാനിറ്റിയിൽ വളരുമ്പോൾ, ക്രിസ്ത്യാനിയായിട്ട് വളരുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ദർശനത്തിലും വെളിപ്പാടിലും വളരുമ്പോൾ നമ്മുടെ പ്രാർത്ഥന രീതി നമ്മൾ മാറ്റേണ്ട ആവശ്യമാണ്. As you known as you are a child of God, you have to change your mindset. നിങ്ങൾ ദൈവത്തിന്റെ മകനാണെന്നുള്ളൊരു ബോധ്യം നിങ്ങൾക്കുള്ളപ്പോൾ നിങ്ങളുടെ മനോഭാവം കൂടെ മാറ്റേണ്ട ആവശ്യമാണ്. You must change your prayer also. നിങ്ങളുടെ പ്രാർത്ഥനയെ അത് മാറ്റണം. You have to think as like your mindset. നിങ്ങളുടെ മനോഭാവം അനുസരിച്ച് വേണം നിങ്ങളുടെ ചിന്താഗതികളായിരിക്കുക. Now our mindset says we are children of God. You have to pray according to that understanding. നമ്മുടെ മനോഭാവം പറയുകയാണ് ഞാൻ ദൈവത്തിന്റെ മകനാണെന്ന് പറയുകയാണെങ്കിൽ ആ മനോഭാവത്തോടെ വേണം, അല്ലെങ്കിൽ ആ മനസ്സിലാക്കലോടെ വേണം നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ. How many of you can say I am a child of God? എത്ര പേർക്ക് പറയാനായി സാധിക്കും ഞാൻ ദൈവത്തിന്റെ പൈതലാണ്? Can you say with me I am a child of God? ഞാൻ ദൈവത്തിന്റെ പൈതലാണ്. I am a son of God. ഞാൻ ദൈവത്തിന്റെ മകനാണ്. I am born of God. ഞാൻ ദൈവത്തിൽ ജനിച്ചവനാണ്. So you have to change. You have to change our mindset to cry for a help. സഹായത്തിന് വേണ്ടി യാചിക്കുന്ന മനോഭാവം നമ്മൾ മാറ്റേണ്ട ആവശ്യമാണ്. We are here because we are the children of God. നമ്മൾ ഇവിടെ ആയിരിക്കുന്നത്, നമ്മൾ ദൈവത്തിന്റെ പൈതലായിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഇവിടെ ആയിരിക്കുന്നത്. Don't cry and say, Lord, help me, change my situation. കരഞ്ഞുകൊണ്ട് പറയല്ലേ ദൈവമേ എന്നെ സഹായിക്കണേ, എന്റെ സാഹചര്യം മാറ്റണേ എന്ന് പറയരുത്. Why? എന്തുകൊണ്ടാണ്? You are here to change your situations. നിങ്ങൾ ഇവിടെ ആയിരിക്കുന്നത് നിങ്ങളുടെ സാഹചര്യം മാറ്റുവാൻ വേണ്ടിയിട്ടാണ്. You can change your situations. നിങ്ങൾക്ക് നിങ്ങളുടെ സാഹചര്യങ്ങളെ മാറ്റുവാനായി സാധിക്കും. How? എങ്ങനെയാണ്? Because you are the child of God to execute His will on this earth. കാരണം നിങ്ങൾ ദൈവത്തിന്റെ പൈതലാണ്. ഈ ഭൂമിയിൽ ദൈവത്തിന്റെ ഹിതം നിവർത്തീകരിക്കാൻ വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. You are chosen to change the situations. നിങ്ങളുടെ സാഹചര്യം മാറ്റുവാൻ വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. Hallelujah. Hallelujah. You are chosen to build your family. നിങ്ങളുടെ കുടുംബത്തെ പണിയാൻ വേണ്ടി നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. You are chosen to build your nation. നിങ്ങളുടെ രാജ്യത്തെ പണിയാൻ വേണ്ടി നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. You are chosen to build nations. നിങ്ങൾ രാജ്യങ്ങളെ പണിയാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ്. If you believe you are chosen to do that, the wealth of the nation will come to your hand. നിങ്ങൾ വിശ്വസിക്കുകയാണ് അതിനു രാജ്യങ്ങളെ പണിയുവാനാണ് നിങ്ങളെ വിളിക്കപ്പെട്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുവാണെങ്കിൽ രാജ്യത്തിന്റെ ധനം നിങ്ങളുടെ കരങ്ങളിലേക്ക് വരുവാനിടയാകും. If you are willing to understand, you are called to build your family. The finance, the blessings of God will flow to your family to build your family. നിങ്ങൾ മനസ്സിലാക്കുകയാണ് നിങ്ങളെ വിളിച്ചിരിക്കുന്നത് നിങ്ങളുടെ കുടുംബത്തെ പണിയാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ ധനം നിങ്ങളുടെ കുടുംബത്തിലേക്ക് ഒഴുകി വരുവാനിടയാകും. Can you say hallelujah? Hallelujah. Let's turn to 2 Timothy chapter 3 verse 1 verse. 2 തിമോഥെയോസ് 3:1 മുതൽ. Is the scripture. This scripture already you know very well now. നമുക്കിപ്പോൾ നന്നായി അറിയാവുന്ന ഒരു വാക്യമാണ് അത്. Because nearly 6 weeks I am continually sharing from this scripture. ഞാൻ ഈ വാക്യത്തിൽ നിന്ന് കഴിഞ്ഞ 6 ആഴ്ചയായിട്ട് നിങ്ങളോട് തുടർമാനമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. I don't know, next week I am going to continue with same this scripture. എനിക്കറിയത്തില്ല അടുത്ത ആഴ്ച ഇതേ വാക്യത്തിൽ നിന്നാണോ ഞാൻ സംസാരിക്കാൻ പോകുന്നത്. Let us read now. Just open your Bible and read with me. നിങ്ങളുടെ ബൈബിൾ തുറന്ന് എന്നോടൊപ്പം വായിച്ചാട്ടെ. Please open your Bible. ബൈബിൾ തുറന്ന് വായിച്ചാട്ടെ. You should know this, Timothy, that in the last day there will be very difficult times. അന്ത്യകാലത്ത് ദുർഘട സമയം വരുമെന്ന് അറിയുക. So listen to me. Last days or end time, we are going to see very difficult days. നിങ്ങൾ മനസ്സിലാക്കുക അന്ത്യ നാളുകളിൽ വളരെ ദുർഘടമായ സമയം നമ്മൾ നേരിടാൻ പോകുന്നു. When you hear about difficult time, what do you think normally? ദുർഘട സമയം എന്ന് കേൾക്കുമ്പോൾ നമ്മൾ എന്താണ് ചിന്തിക്കാൻ ഇടയാകുന്നത്? Just imagine a preacher preaching, a difficult time is coming, then what do you do? What should you think? ഒരു ശുശ്രൂഷകൻ പ്രസംഗിക്കുകയാണ് ദുർഘട സമയം വരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താണ് ചിന്തിക്കാനായി പോകുന്നത്? Mostly the Christians think this way.
കൂടുതൽ ക്രിസ്ത്യാനികൾ ഈ രീതിയിലാണ് കാണുന്നത്. Because I also think that way before. ഞാനും അങ്ങനെ തന്നെയായിരുന്നു നേരത്തെ കണ്ടുകൊണ്ടിരുന്നത്. I started to pray, Lord, I know the difficult time is coming. ഞാൻ പ്രാർത്ഥിക്കുവാൻ ദൈവമേ ദുർഘടമായ സമയം വരുന്നത് എനിക്കറിയാം. Lord, help me to survive in that days. ആ ദിവസങ്ങളിൽ എന്നെ അതിജീവിക്കാൻ സഹായിക്കണേ എന്ന് ഞാൻ പറയും. That should be our prayer normally. അതായിരിക്കും നമ്മുടെ പ്രാർത്ഥന. അതായിരുന്നു നമ്മുടെ പ്രാർത്ഥന. Lord, help me to live or survive in that days. ആ ദിവസങ്ങളെ അതിജീവിക്കാൻ എന്നെ സഹായിക്കണേ. Is it a true prayer? അതൊരു ശരിയായ പ്രാർത്ഥനയാണോ? But most of us learn that way. കൂടുതൽ ആൾക്കാർ നമ്മൾ പഠിച്ചിരിക്കുന്ന ആ രീതി പ്രാർത്ഥിക്കാനാണ്. Another word we say, Lord, help me for this difficulty. ഈ ബുദ്ധിമുട്ടുള്ള സമയത്ത് എന്നെ സഹായിക്കണേ ദൈവമേ എന്ന് പറയും. We never think we can face this difficult time. നമ്മൾ ഒരിക്കലും പറയാനിടയാകത്തില്ല എനിക്ക് ഈ സാഹചര്യത്തെ മറികടക്കുവാനായി സാധിക്കും, അതിനെ അഭിമുഖീകരിക്കാൻ സാധിക്കുമെന്ന്. Oh, how can you face it? എങ്ങനെയാണ് അതിനെ അഭിമുഖീകരിക്കുക? Because you are born of God. കാരണം നീ ക്രിസ്തുവിനാൽ ജനിക്കപ്പെട്ടവനാണ്. Hallelujah. You are not a victim, you are a victor because you are a born of God. നീ ഒരു വിക്ടിം അല്ല, നീ ജയാളിയാണ്. കാരണം നീ ക്രിസ്തുവിൽ ദൈവത്താൽ ജനിക്കപ്പെട്ടവനാണ്. Come in if you can say hallelujah. 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 How can I say, Lord, I am not a victim, I am a victor? എത്ര പേർക്ക് പറയാനായി സാധിക്കും ഞാനൊരു വിക്ടിം അല്ല, ഞാൻ ഒരു ജയാളിയാണെന്ന്? Once again let's turn to one more scriptures, John chapter 16 verse 33 onwards. നമുക്ക് യോഹന്നാൻ 16:33 മുതൽ നമുക്ക് നോക്കാം. It's also a familiar scripture. അത് നമുക്ക് നന്നായി അറിയാവുന്ന ഒരു I have വാക്യമാണ്. told you these things so that in me you may have peace. നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് ഞാൻ നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. For what Jesus is saying about this scripture? ഇതെന്താണ് പറയാൻ നിങ്ങൾ പറയുന്നത്? Jesus saying, I am talking for your peace. ഞാൻ ഇത് നിങ്ങളോട് സംസാരിക്കുന്നത് നിങ്ങളുടെ സമാധാനത്തിന് വേണ്ടിയിട്ടാണ്. Next word. അടുത്ത വാക്യം. In this world, in the world you have tribulation and distress. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടതയുണ്ട്. Hallelujah. Next word. Suffering, but be courageous, I have overcome this world. എങ്കിലും ധൈര്യപ്പെടുവാൻ ഞാൻ ഈ ലോകത്തെ ജയിച്ചിരിക്കുന്നു. That means Jesus conquered this world. യേശു ഈ ലോകത്തെ കീഴടക്കിയിരിക്കുകയാണ്. So if Jesus conquered this world, I can conquer this world. യേശു ഈ ലോകത്തെ കീഴടക്കിയിരിക്കുന്നെങ്കിൽ എനിക്കും ഈ ലോകത്തെ കീഴടക്കാനായി സാധിക്കും. Can you say hallelujah? Hallelujah. Jesus conquered this world, so I can conquer this world. യേശു ഈ Amen. ലോകത്തെ കീഴടക്കിയിരിക്കുന്നതുകൊണ്ട് എനിക്ക് ഈ ലോകത്തെ കീഴടക്കാനായി സാധിക്കും. Say to your neighbor, Jesus conquered, യേശു കീഴടക്കിയിരിക്കുന്നു, so I can conquer. അതുകൊണ്ട് എനിക്ക് കീഴടക്കിയിരിക്കും. Say to your neighbor, Jesus conquered, യേശു കീഴടക്കിയിരിക്കുന്നു, so I can conquer. എനിക്ക് കീഴടക്കാൻ സാധിക്കും. I am a more than a conqueror. ഞാൻ Amen. ഒരു കീഴടക്കിയിരിക്കുന്ന വ്യക്തി. Hallelujah. Can you say with me? ഞാൻ മുറ്റിലും ജയാളിയാണ്. അടുത്തിരിക്കുന്നവരോട് പറ, ഞാൻ മുറ്റിലും ജയാളിയാണ്. യേശു ജയിച്ചിരിക്കുന്നത് കൊണ്ട്, യേശു ജയാളി ആയതുകൊണ്ട് എനിക്ക് സകലത്തെയും ജയിക്കാനായി കഴിയും. എല്ലാവരും പറഞ്ഞു, യേശു ജയാളി ആയതുകൊണ്ട് എനിക്ക് സകലത്തെയും ജയിക്കാനായി കഴിയും. I am also a conqueror. I am also a conqueror. I am a more than a conqueror. I am a more than a conqueror. So when you are facing very difficult times, ഞാൻ വളരെ ദുർഘടമായ സമയത്തിലൂടെ കടന്നു പോകുമ്പോൾ don't think, Lord, help me. God will go. Don't think this way. God will give sufficiency and something help to survive in this situation. നിങ്ങൾ ചിന്തിക്കരുത് ദൈവം ഈ സാഹചര്യത്തെ മറികടക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് ചിന്തിക്കരുത്. Don't think that way. ആ രീതിയിൽ ചിന്തിക്കാൻ When ഇടയാകരുത്. you heard about difficult situations, difficulty and difficult time, you have to think, I can face it, I can overcome it because I am a conqueror, because the strength of God is in me, Jesus is in me, He is more than a conqueror, so I can conquer this problem. Amen. നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന സമയത്ത് നിങ്ങൾ പറയരുത് ഇതിനെ നിങ്ങൾ ജയിക്കാൻ കഴിയില്ല എന്ന് ചിന്തിക്കല്ലേ.
പകരം എനിക്ക് സകലത്തെയും ജയിക്കാൻ കഴിയുമെന്ന് ചിന്തിക്കണം. കാരണം എൻ്റെ ഉള്ളിൽ ജീവിക്കുന്നവൻ ലോകത്തുള്ളതിനേക്കാൾ വലിയവനാണ്. ഞാൻ ജയിക്കാൻ വേണ്ടി ജനിച്ചതാണ്. എന്നടുത്തിരിക്കുന്ന രണ്ടുപേരോട് പറഞ്ഞേ, ഐ ആം ബോൺ ടു സക്സീഡ്. ഞാൻ ജയിക്കാൻ വേണ്ടി വിളിച്ചവനാണ്. Hallelujah. We don't have a mindset like that. എനിക്ക് അങ്ങനെ ഒരു മനോഭാവമില്ല. ഞാൻ ജയിക്കാൻ വേണ്ടി ജനിച്ചതാണെന്ന് ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ? തോക്കാൻ വേണ്ടിയുള്ള വിധിയാണോ തലയിലുള്ളതെന്നാ പറയുന്നത്? എന്നാ തോക്കാനുള്ള വിധിയാ തലയിലുള്ളതെന്ന്? എന്റെ തലവര അതാന്നാ പറയുന്നത്. Who said it? ആരാണ് പറഞ്ഞത്? Don't believe the rubbish from the world. ഈ ലോകത്തിലായിരിക്കുന്ന റബ്ബിഷായ കാര്യങ്ങൾ നിങ്ങൾ You have ചിന്തിക്കരുത്. to believe the word and act on the word. നിങ്ങൾ വചനത്തിൽ വിശ്വസിച്ചിട്ട് വചനത്തിനോട് പ്രവർത്തിക്കാൻ ഇടയാകണം. What the Bible says, that is you. എന്താണ് ബൈബിൾ പറയുന്നത്, അതാണ് നീ ആയിരിക്കുന്നത്. What the Bible says, you can. എന്താണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത്, അത് നിനക്ക് സാധ്യമാണ്. What the Bible says, you can. എന്താണ് വചനം പറഞ്ഞിരിക്കുന്നത്, അത് നിനക്ക് സാധ്യമാണ്. Bible say everyone born of God victorious and overcome this world. ദൈവത്താൽ ജനിച്ചവനെല്ലാം ജയാളിയും ഈ ലോകത്തെ മറികടന്നിരിക്കുന്നു. So I am born to succeed. ഞാൻ അത് ജയിക്കാനായി ജനിക്കപ്പെട്ടവനാണ്. Why I am born to succeed? എന്തിനാണ് ഞാൻ ജനിക്കാനായി Everyone born of God is overcome this world. ദൈവത്തിൽ നിന്ന് ജനിച്ചവനെല്ലാം ഈ ലോകത്തെ ജയിച്ചിരിക്കുന്നു. I am born of God. ഞാൻ ദൈവത്തിൽ ജനിച്ചവനാണ്. So I am born to succeed. അതുകൊണ്ട് എനിക്ക് ജയിക്കാനായി സാധിക്കും. Can you say hallelujah? Hallelujah. So believe the troubles are not going to touch you, not to down you. നിങ്ങൾ ഈ ദുർഘട സമയം ഒരിക്കലും നിങ്ങളെ തൊടത്തില്ല, നിങ്ങൾക്കൊരു പ്രശ്നം വരത്തില്ലെന്ന് In വിശ്വസിക്കുക. this time when the inflations are rising and the economical problems are getting bad, that time you are getting into higher realm of greatness. Amen. സാമ്പത്തിക മാന്ദ്യമുണ്ടാകും, വിലക്കയറ്റമുണ്ടാകുമ്പോഴും മനസ്സിലാക്കാൻ നിങ്ങൾ അടുത്ത നിലവാരത്തിലേക്ക് പ്രവേശിക്കാനായി പോകുകയാണ്. So when you are facing the problems, you have to believe this problem is going to be a step for my increase. പ്രശ്നം കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഈ പ്രശ്നം എനിക്കൊരു ചവിട്ടുപടിയാണ്, എന്റെ വർധനവിലേക്കുള്ള ഒരു ചവിട്ടുപടിയാണ്. So just imagine you are facing petrol prices increasing and the gas prices increasing. Just imagine this price increasing. When the price is increasing, it's going to be a step for me to another level of increase, another level of blessings. Amen. നിങ്ങൾക്ക് ഗ്യാസിന്റെ വില കൂടുമ്പോഴും നിങ്ങൾക്ക് പെട്രോളിന്റെ വില കൂടുമ്പോഴും നിങ്ങൾ മനസ്സിലാക്കുക, ഈ പ്രശ്നം എന്റെ മുമ്പിലായിരിക്കുന്ന ഒരു ചവിട്ടുപടിയാണ്. എന്റെ സാമ്പത്തിക മേഖലയിൽ ഒരു വലിയ വർധന ഉണ്ടാകുന്ന ഒരു ചവിട്ടുപടിയിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. When the world face economical problem, we are going to face God's financial blessing. ലോകമാണെങ്കിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ നേരിടുന്ന സമയത്ത് നമ്മൾ ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിക്കാൻ പോകുകയാണ്. When world face inflations, I am going to face God's increase. ലോകം വിലക്കയറ്റം നേരിടുന്ന സമയത്ത് ഞാൻ ദൈവത്തിന്റെ സമൃദ്ധി ഞാൻ അനുഭവിക്കാൻ പോകുകയാണ്. When world face economical recessions, we are going to multiply. Amen. ലോക സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് പോകുമ്പോൾ ഞാൻ ഇരട്ടിപ്പിലേക്ക് പോകാൻ ഇടയാകുകയാണ്. ഞാൻ ജനിച്ചതേ ജയിക്കാൻ വേണ്ടിയിട്ട്. കാരണം ദൈവജനത്തിൽ പറയാ, ദൈവത്തിൽ നിന്ന് ജനിച്ചതെല്ലാം ലോകത്തെ ജയിക്കുന്നു. അതുകൊണ്ട് തന്നെ പരാജയത്തിന് എന്നെ തൊടുവാനായി കഴിയത്തില്ല. ഒരു സാധാരണ വ്യക്തി എങ്ങനെയായിരിക്കുന്നുവോ അതേപോലെ ആകാൻ എനിക്ക് കഴിയത്തില്ല. ഒന്ന് പറഞ്ഞാൽ ഞാൻ ക്രിസ്തുവിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. അതുകൊണ്ട് ദുർഘട സമയങ്ങൾക്ക് എന്നെ തൊടുവാൻ കഴിയത്തില്ല. ഒന്ന് പറഞ്ഞാൽ ഞാനൊരു സാധാരണ വ്യക്തിയല്ല. എൻ്റെ മുൻപിലായിരിക്കുന്ന പ്രശ്നങ്ങളെ എങ്ങനെ ഫേസ് ചെയ്യണമെന്ന് എനിക്കറിയാം. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ വസിക്കുന്നു. ഞാൻ ക്രിസ്തുവിലായിരിക്കുന്നു. നമുക്കിനിയും ചില സാക്ഷ്യങ്ങളിലേക്ക് പോകാം. ഓരോ സാക്ഷ്യങ്ങൾ കാണുമ്പോഴും രോഗികളായിരിക്കുന്നവർ അല്ലെങ്കിൽ പ്രയാസത്തോടെ ആയിരിക്കുന്നവർ ആ ദൈവ സാന്നിധ്യത്തെ അനുഭവിക്കണം. നിങ്ങളുടെ മുൻപിലായിരിക്കുന്ന പ്രശ്നങ്ങളെ വിശ്വാസത്തോടെ മറികടക്കണം. നമുക്ക് ആ സാക്ഷ്യത്തിലേക്ക് പോകാം. അനിമോൾ ബേബി മണർകാടുന്ന് വരുന്നു. ആന്റിക്ക് 7 മാസമായിട്ട് ചെവി അടഞ്ഞിരിക്കുവായിരുന്നു. കഴിഞ്ഞ ജൂൺ മാസത്തെ മീറ്റിംഗിൽ ബ്രദർ ദൂത് പറഞ്ഞു. അപ്പോൾ തന്നെ സ്റ്റേജ് വന്നപ്പോഴാണോ അങ്ങോട്ട് ഇറങ്ങി താഴോട്ട് ഇറങ്ങി വന്ന് ദൂത് പറഞ്ഞു? എനിക്ക് ഓർമ്മയുണ്ട് ചേച്ചി. പൂർണ്ണമായ സൗഖ്യം ലഭിച്ചിരുന്നു. അന്ന് ആ സമയം മുതൽ ചെവി തുറന്നു, ചെവി സൗഖ്യമായി. കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. സന്തോഷത്തോടെ. എനിക്ക് തോന്നുന്നു ചേച്ചിയുടെ കൂടെ ഒരു 15 പേരെങ്കിലും ചെവി സൗഖ്യമായവരുണ്ട്. അന്നത്തെ ചെവി സൗഖ്യമായ ആരെങ്കിലും വന്നിട്ടുണ്ടോ? ഒരാളെ വന്നിട്ടുള്ളൂ. അടുത്ത 15 പേര് വേറെ പ്രശ്നമായിട്ട് വരും.
ബ്രദറെ രശ്മി കുമരകത്തു നിന്നാണ് വരുന്നത്. തുണിക്കട നടത്തുകയായിരുന്നു സിസ്റ്റർ. കുറേ കാലമായിട്ട് അവിടെ തുണിക്കടയ്ക്ക് ഒരു ഇതുമില്ലാതെ അത് വലിയ കടത്തിലായിരുന്നു. എന്നാലും നമ്മുടെ പ്രേയർ സെല്ലിൽ വിളിച്ച് സിസ്റ്റർ പ്രാർത്ഥിച്ചു. ആ നിമിഷം മുതൽ പൂർണ്ണമായൊരു വിടുതലാണ് സംഭവിച്ചെന്നാണ് പറയുന്നത്. എന്താ ചേച്ചിയുടെ കടയുടെ പേരെന്തുവാ? നന്ദു ടെക്സ്റ്റൈൽസ്. എവിടെയാ കട? കുമരകത്ത്. അപ്പോൾ കുമരകത്ത് വരുമ്പോൾ നന്ദുവിനെ തപ്പിയാൽ മതി നമ്മള്. ഓക്കെ. എത്ര നാളായിട്ട് സാമ്പത്തികമായിട്ട് തകർച്ചയായിരുന്നു? എന്നാൽ തുടക്കം തൊട്ടേ തകർച്ചയായിരുന്നു. പക്ഷെ ഇപ്പൊ ബിസിനസ് കയറി വന്നു. കൈയടിച്ച് പറഞ്ഞു. എന്നാ ചേച്ചിയോട് ഞാൻ ഒരു ദൂത് പറയട്ടെ. ചേച്ചിയുടെ റൈറ്റ് ഷോൾഡറിലെ കഴുത്തിനും ഷോൾഡറിനും പ്രയാസമുണ്ടോ? ആദ്യമായിട്ട് എന്നെ കാണുന്നേ? വരുന്ന ഈ ഷോൾഡറിലും കഴുത്തിലുള്ള പ്രയാസ നിമിത്തം ചേച്ചിക്ക് കുറച്ചു നേരം കുനിഞ്ഞിരിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇന്നത് സൗഖ്യമാവും. അത് മാത്രമല്ല ചേച്ചി ആ കാലിന് തന്നെ ഇടത്തെ വശത്തെ കാലിന് ചേച്ചിക്ക് പ്രയാസമോ എന്ന് പറഞ്ഞാൽ കുറെ നേരം നിൽക്കാൻ നിങ്ങൾക്ക് കഴിയത്തില്ല. ഇപ്പൊ കർത്താവ് സൗഖ്യമാവും. നമുക്ക് അടുത്ത ആഴ്ച പ്രാവശ്യത്തെ സാക്ഷി അതായിരിക്കും. ഒന്ന് കൈയടിച്ചു ആമേൻ പറഞ്ഞേ. കുറച്ചും കൂടെ ചുണയായിട്ട് കൈയടിക്കാവേ. ഒരു മിനിറ്റ് നിൽക്കണേ, ഓടിക്കളയല്ലേ. ഈ മൂക്കിനകത്ത് എന്തെങ്കിലും പ്രയാസം ഉണ്ടോ എന്ന് ചോദിച്ച ചേച്ചി പറയാൻ പോകുന്നത് ഇല്ലെന്നാണ്. അതിന്റെ കാരണം ചേച്ചിക്ക് അങ്ങോട്ട് പ്രയാസം ഉള്ളതായിട്ട് അറിയത്തില്ല. നിങ്ങളൊന്നും മിണ്ടാത്ത എന്താ? പക്ഷെ ചേച്ചിക്ക് ഒരു കാര്യം അറിയാം. ഈ ഇടയായിട്ട് ഞാൻ ഈ തൊടുന്ന സ്ഥലത്ത് ഇടയ്ക്ക് വേദന വരുന്നു, അതറിയാം. പക്ഷെ മൂക്കിനകത്തൊരു പ്രയാസം ഉള്ളതായിട്ട് അറിയില്ല. ഞാൻ പറഞ്ഞു ശ്രദ്ധിച്ചോ? എന്നോട് കർത്താവ് പറഞ്ഞേ, ഇവരുടെ മൂക്കിനകത്ത് ഒരു മാംസം പോലൊരു സാധനം വളരുന്നുണ്ട്. അത് കാരണമാണ് ഈ ഭാഗത്ത് ഞാൻ ഈ തൊടുന്ന സ്ഥലത്ത് ഇവർക്ക് വേദന ചെയ്യുന്നത്. വേദനയുണ്ട്, പക്ഷെ സംഭവം എന്താണെന്ന് അറിയത്തില്ല. എനിക്കും മനസ്സിലായത്. പക്ഷെ ഇന്ന് കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കും. ഈ ചേച്ചി ചിന്തിച്ച എന്നാന്നറിയോ? ചേച്ചിക്ക് ചില സമയത്ത് രാവിലെ എഴുന്നേറ്റ് ഇരുന്ന് തുമ്മുന്നൊരു സ്വഭാവമുണ്ട്. അത് പൊടി അടിച്ചാലും അങ്ങനെ ഉണ്ട്. അപ്പൊ ചേച്ചി വിചാരിച്ചു ഈ പൊടി അടിച്ചതിന്റെ തുമ്മലിന്റെ ഭാഗമാണ് ഈ മൂക്കിന്റെ വേദന എന്നാ ചിന്തിച്ചേ. പക്ഷെ കർത്താവ് സൗഖ്യമാക്കുവോ? ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. കർത്താവിൻ്റെ അത്ഭുതങ്ങൾക്കായി നന്ദി പറയാം. ഓരോ പ്രാവശ്യവും സാക്ഷ്യങ്ങൾ കാണുമ്പോൾ ദൈവം ആ വീടിന് വേണ്ടി ചെയ്ത അല്ലെങ്കിൽ ആ കുടുംബത്തെ കരുതിയ അത്ഭുതത്തെയാണ് നമ്മൾ കേൾക്കുന്നത്. അവൻ്റെ വീര്യപ്രവൃത്തികളെയാണ് കാണുന്നത്. അത് എന്നിൽ ചെയ്യുന്ന ചില മാറ്റങ്ങളുണ്ട്. അതെന്നിൽ വിശ്വാസത്തെ വർദ്ധിപ്പിക്കും. അതെന്നോട് ചിലത് സംസാരിക്കും. അത് സാഹചര്യങ്ങളിൽ എനിക്ക് ധൈര്യം പകരുവാനിടയാകും. ഒരു നിമിഷം നമുക്ക് കണ്ണുകളെ അടയ്ക്കാം. അപ്പോൾ അതിനോടൊപ്പം ആയിരിക്കുന്ന ഓരോ കുടുംബങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ, അവിടുത്തെ അത്ഭുത കരങ്ങൾ കൊണ്ട് അപ്പോൾ ഈ കുടുംബങ്ങളെ നിറച്ചാട്ടെ. അപ്പോൾ അവിടുത്തെ പ്രവൃത്തികൾ കൊണ്ട് നിറച്ചാട്ടെ. അപ്പോൾ കർത്താവെ, ഇവരോരോരുത്തരും ദൈവസാന്നിധ്യത്തിൻ്റെ അനുഭവങ്ങളിൽ കർത്താവെ തന്നെ മുൻപിലായിരിക്കുന്ന സാഹചര്യങ്ങളെ ജയിക്കുവാൻ തക്കവണ്ണം അപ്പോൾ ഉള്ളിലായിരിക്കുന്ന ബോധ്യത്തിൽ നിന്ന് ചിലത് ചെയ്യുവാൻ സഹായിക്കണം കർത്താവെ. ഇതുവരെ അനുഭവിച്ച അനുഭവങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ദൈവജനത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളിൽ, ദൈവജനത്തിൻ്റെ സത്യങ്ങളിൽ നിലനിന്നുകൊണ്ട് കർത്താവെ ചിലത് ചെയ്യുവാൻ ഈ കുടുംബങ്ങളെ സഹായിച്ചാട്ടെ. അപ്പോൾ അവിടുന്ന് സഹായിച്ചാട്ടെ. അപ്പോൾ കർത്താവെ, നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു. അവിടുത്തെ കൃപയ്ക്കായി നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. കർത്താവെ, ഒരു 10 വയസ്സിനകത്തുള്ള ഒരു മോളെ കൈവച്ച് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയെ കാണാം. ആ മോളുടെ കഴുത്തിലും ഷോൾഡറിലുമായിരിക്കുന്ന ആ പ്രയാസത്തെ കർത്താവ് തൊടുന്നത് കാണാം. കർത്താവേ, നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു. അപ്പോൾ അവിടുത്തെ കൃപയ്ക്കായി നന്ദി പറയുന്നു. അവിടുത്തെ സാന്നിധ്യത്തിനായി നന്ദി പറയുന്നു കർത്താവ്. ഹല്ലേലൂയ. അവിടുന്ന് കൊടുത്ത സൗഖ്യത്തിനായി നന്ദി പറയുന്നു. ആ കഴുത്തിലായിരിക്കുന്ന പ്രയാസം, ആ ഷോൾഡറിലോട്ടുണ്ടാകുന്ന ആ വേദന യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. അപ്പോൾ അവിടുന്ന് കൊടുത്ത സൗഖ്യത്തിനായി നന്ദി. അപ്പോൾ താങ്ക് യു ജീസസ്. എന്നാൽ അതോടൊപ്പം തന്നെ കർത്താവ് കാണിക്കുന്നത് രാത്രിയിൽ പ്രത്യേകിച്ച് ഉറങ്ങുന്ന സമയമാകുമ്പോൾ ചില സ്മെല്ല് ഫീൽ ചെയ്യുന്ന ഒരു വ്യക്തിയെ കർത്താവ് സൗഖ്യമാക്കുന്നത് കാണാം. ആ വ്യക്തിയുടെ ലൈഫിലുണ്ടാകുന്ന അനർത്ഥങ്ങളെ അല്ലെങ്കിൽ തൻ്റെ ലൈഫിലുണ്ടാകുന്ന ആയിട്ടുള്ള ചില കാര്യങ്ങൾ വേദനിക്കുന്ന അനുഭവങ്ങൾ
അത് തൻ്റെ ലൈഫിൽ നിന്ന് നീങ്ങിപ്പോകുക. ആ ഇരുട്ടിൻ്റെ ബലം യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ ആ കുടുംബത്തിൽ നിന്ന് നീങ്ങിപ്പോകട്ടെ അപ്പ, ആ കുടുംബത്തിൽ നിന്ന് നീങ്ങിപ്പോകട്ടെ അപ്പ. താങ്ക് യു ജീസസ്. കർത്താവേ, എന്നോടൊപ്പമായിരിക്കുന്ന ഓരോ കുടുംബങ്ങളെയും അനുഗ്രഹിക്കുന്നു കർത്താവേ. എന്നോടൊപ്പമായിരിക്കുന്ന ഓരോ കുടുംബങ്ങളെയും അനുഗ്രഹിക്കുന്ന കർത്താവേ. അവിടുത്തെ കൃപയ്ക്കുള്ളിൽ അവിടുന്ന് സൂക്ഷിച്ചതിനായി നന്ദി പറയുന്നു. ഇവർ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ വലിയ അത്ഭുതങ്ങൾ ചലിച്ചാട്ടെ. താങ്ക് യു ജീസസ്. സ്വർഗീയ പിതാവേ, അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിൻ്റെ സ്നേഹത്തിലും കൃപയിലും നമുക്ക് എന്നും ആയിരിക്കാം. ഗോഡ് ബ്ലെസ് യു. അമ്മ, ഞാൻ മേടിച്ചിട്ട് തരാം. മെഡിസിൻ മുടക്കേണ്ട അമ്മ. ഞാൻ അങ്ങോട്ട് വിളിക്കാവേ. ചേട്ടാ, ഞാനത് എങ്ങനെയെങ്കിലും 2 ദിവസത്തിനുള്ളിൽ സെറ്റ് ചെയ്ത് തരാം. ഇല്ല ഇല്ല ഇല്ല, ഇനി മുടക്കില്ല. ആ, ഉറപ്പാ. മാം, ഞാൻ താഴെ എത്തിയിട്ടുണ്ടേ. ആ, ഓക്കെ മാം, കൊണ്ടുവരാം. സോറി കേട്ടോ. ഇറ്റ്സ് ഓക്കെ മാം. ജോൺ പാസ്റ്റർ വരുന്നുണ്ടല്ലേ? ആ, യെസ്. ജൂലൈ 29-30 ക്യാമ്പ് കിടക്കുന്നത്. ജോൺ പാസ്റ്റർ അറിയാവോ? യൂട്യൂബിൽ കാണാറുണ്ട്, പിന്നെ നേരിട്ട് കാണണമെന്ന് ഒത്തിരി ആഗ്രഹമുണ്ട്. ആ, 2 വർഷത്തിന് ശേഷമാണ് ഡെലിവറൻസ് ക്യാമ്പ് വരുന്നത്. ഇല്ലില്ല, അതെടുത്തോ, ഇവിടെ വേറെ ഉണ്ട്. താങ്ക് യു.